Your time starts now. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ ബൈബിളിലെ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ യേശു കല്ലറകളിൽ താമസിച്ചിരുന്ന ഒരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്ന ഒരു രംഗം വിവരിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ ലൂക്കോസിന്റെയും സുവിശേഷങ്ങളിൽ ഈ അത്ഭുത പ്രവൃത്തി പ്രതിപാദിക്കുന്നുണ്ട്. അതാ അങ്ങോട്ട് നോക്കൂ, യേശുവും ശിഷ്യന്മാരും ഗരസേനക്കാർ നാട്ടിലേക്ക് വഞ്ചി ഇറങ്ങി കടന്നു വരികയാണ്. നമ്മൾ ഗരസേനക്കാർ നാട്ടിലേക്ക് ആദ്യമായിട്ടാണ്. വഴികളൊക്കെ നമുക്ക് പരിചയമില്ലാത്തതാണ്. ഞാൻ മുന്നേക്കാം. ഗുരു അങ്ങോട്ട് വരണ്ട, അവിടെ ഒരു അപകടകാരിയായ മനുഷ്യൻ കൈ കല്ലുമായിട്ട് നിൽപ്പുണ്ട്. പത്രോസേ, നീ പിന്നാലെ. നിന്റെ പുത്ര, നീ സമയമാകും മുമ്പ് ഉപദ്രവിക്കാൻ വന്നതാണല്ലേ? അശുദ്ധാത്മാവ് നിറഞ്ഞവരെ, നീ മനുഷ്യരിൽ നിന്ന് പുറത്തേക്ക് വരും. നീ ആരാണ്? നിന്റെ പേരെന്താണ്? അയ്യോ അയ്യോ അയ്യോ, ഞങ്ങളെ ഈ ദേശത്ത് നിന്ന് പുറത്താക്കാൻ പോവാണോ നീ? ആ പന്നിക്കൂട്ടത്തിലേക്ക് അയച്ചാലും പാതാളത്തിലേക്ക് അയക്കരുതേ. അയ്യോ ലഗിയോ, നീ ഈ മനുഷ്യനെ ഉപദ്രവിക്കാതെ അവനിൽ നിന്ന് പുറത്തു പോകൂ. ആ പന്നിക്കൂട്ടത്തിലേക്ക് പ്രവേശിച്ചാട്ടെ. അപ്പോൾ അങ്ങ് ദൂരെ പ്രഭു, അങ്ങ് പോകുന്നിടത്തൊക്കെ ഞാൻ അങ്ങയെ അനുഗമിക്കട്ടെ. അങ്ങനെ അനുവദിച്ചാൽ. മകനെ, നീ നിന്റെ വീട്ടുകാരുടെ സ്വന്തക്കാരുടെ അടുത്തേക്ക് മടങ്ങുക. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചതൊക്കെയും നിനക്ക് വേണ്ടി ചെയ്ത നന്മയൊക്കെയും അവരോട് പ്രഘോഷിക്കുന്നു. ശരി പ്രഭു. നാട്ടിലുള്ളവരെ, പോലീസുകാരെ, ഇതാ യേശു എനിക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഓർക്കുവിൻ. പിശാചുകാരനായിരുന്ന എന്റെ യേശു സുഖപ്പെടുത്തിയത് അറിയുവിൻ. പ്രിയമുള്ളവരെ, യേശു പിശാച് ബാധിതനെ സുഖപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിലും അനേകം നന്മകൾ ദൈവം വഴിയായി ലഭിക്കുന്നുണ്ട്. നമുക്ക് അതിനുള്ള നന്മയുള്ളവരാകാം. നന്മ നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവത്തിന്റെ സാക്ഷികളായി നമുക്ക് ജീവിക്കാം. നന്ദി, നമസ്കാരം.